ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ദൈവകൃപയാൽ സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണ്. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ തമ്മിലിൽ കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് അവർ ടോപ്പിക് ഫോർ ടുഡേ? ഹൗ ഐ ഇംപ്രൂവ്ഡ് മൈ സ്പോക്കൺ ലാംഗ്വേജ്. Okay, so how I improved my way of speaking English without any spoken English classes. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് എന്നോട് ഒന്ന് രണ്ട് കുട്ടികൾ, എസ്പെഷ്യലി അത് BEd ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ കുട്ടികളാണ് എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ വേറൊരാൾ ടീച്ചിങ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതാണ്, എങ്ങനെയാണ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തത്, എൻ്റെ ഒരു വേ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് എങ്ങനെയായിരുന്നു എന്നുള്ളതെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വാട്ട് ആർ ടിപ്സ് ദാറ്റ് ഐ ഇംപ്ലിമെൻറ്റഡ് ഫോർ മൈ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പോക്കൺ ലാംഗ്വേജ്. അപ്പം ഇങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നൗ വി ക്യാൻ സ്റ്റാർട്ട് അവർ വീഡിയോ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജേണി വിത്ത് റനായ. ഓക്കെ, അപ്പം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ടിപ്സാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിനും ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്, അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് ഉറപ്പായിട്ടും പറയാൻ പറ്റുമല്ലോ എന്നുള്ളത്. അത് ഒരു തെറ്റായ ധാരണയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു എന്ന് വിചാരിച്ച്, എൻ്റെ കൂടെ തന്നെ പഠിച്ചവരെ എനിക്കറിയാം, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, ബട്ട് ദേ ലാക്സ് കോൺഫിഡൻസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. നമ്മളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു എന്ന് വിചാരിച്ച് നമുക്കൊരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം എന്നില്ല. ഒരു പക്ഷേ നമുക്ക് എഴുതാനും വായിക്കാനും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാനും ഒക്കെ പറ്റുമായിരിക്കും. മറ്റുള്ളവർ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഈസിലി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതൊരിക്കലും നമുക്ക് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തരണം എന്നല്ല, അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. സോ അതുകൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. കാരണം നമ്മൾ കൂടുതലും നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം ഇംഗ്ലീഷിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അത് ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഓഫ് കോഴ്സ് അത് ഉണ്ട്. അതിനിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ് നന്നായിട്ട് വായിക്കുമ്പോൾ അത് അവർക്കും വന്നോളും കേട്ടോ. അപ്പോൾ ഇനി ലാംഗ്വേജ് സംസാരിക്കാൻ, വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണല്ലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്ത ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. സ്കൂൾ കാലഘട്ടം തൊട്ട് ഇപ്പോൾ വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. സ്കൂൾ കാലഘട്ടം മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ വരെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് ഞാൻ 10th എസ്പെഷ്യലി 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ എൻ്റെ ക്ലാസ് ടീച്ചർ സിസ്റ്ററായിരുന്നു, സിസ്റ്റർ അംബിക മേരി. ഓക്കെ, അപ്പോൾ സിസ്റ്ററിനോടൊരു താങ്ക്സ് പറയണം. കാരണം സിസ്റ്റർ അന്ന് ഞങ്ങളെ ഫോഴ്സ്ഫുള്ളി സിസ്റ്റർ ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു, യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളത്. അത് 10th സ്റ്റാൻഡേർഡിൽ വന്നപ്പോഴാണ് അതൊരു മാൻഡേറ്ററി ആയിട്ട് സിസ്റ്റർ മാറ്റിയത്. ഓക്കെ, യു ഷുഡ് സ്പീക്ക് ഒൺലി ഇംഗ്ലീഷ്. സിസ്റ്ററിനോട് നമുക്ക് ഒരു കാര്യവും മലയാളത്തിൽ ചെന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം സിസ്റ്റർ വളരെ പെർട്ടിക്കുലർ ആയിരുന്നു. ഷീ വാസ് വെരി പെർട്ടിക്കുലർ അബൌട്ട് ദാറ്റ് യു ഷുഡ് സ്പീക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ്. അല്ലാന്നുണ്ടെങ്കിൽ ഫൈനൊക്കെ സിസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ സംസാരിക്കുക, ഒരു വേർഡ് സംസാരിക്കുകയാണെങ്കിൽ ₹1 ഫൈൻ, അങ്ങനെയൊക്കെ സിസ്റ്റർ പറയുമായിരുന്നു. അപ്പോൾ അത് പേടിച്ചിട്ട് അന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്രാജുവലി ഞാനൊരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ ഗ്രാജുവലി ഞാൻ അന്ന് മനസ്സിലാക്കി എടുക്കാൻ തുടങ്ങി. അത് വളരെ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷേ ഈ സംഭവം സംസാരിച്ച് കഴിഞ്ഞിരുന്നാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങി കിട്ടും എന്നെനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഭാഷ ഉപയോഗിക്കുന്നതിലാണ് അതിൻ്റെ ഫ്ലുവൻസി എന്ന് പറയുന്നത്. എക്സാക്ട്ലി ലൈക്ക് ഹൗ വി സ്പീക്ക് മലയാളം. നമുക്ക് മലയാളം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് അല്ലേ? നമ്മുടെ മാതൃഭാഷ, നമ്മൾ അങ്ങേയറ്റം ഇഷ്ടത്തോടു കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മലയാളം ഭാഷ എങ്ങനെയാണ് നമ്മളത് പഠിച്ചത്? നമ്മൾ ജനിച്ച് വീണപ്പോൾ നമുക്ക് ഈ ഭാഷകളൊന്നും അറിയില്ല, ഇൻക്ലൂഡിങ് മലയാളം അല്ലേ, നമുക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ കേട്ടു, മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ടു. കേൾക്കുന്നത് മാത്രമല്ല, നമ്മളത് സംസാരിക്കാനും തുടങ്ങി. ഓക്കെ, നമ്മളത് സംസാരിക്കാനും തുടങ്ങി. നമുക്ക് ആദ്യമൊക്കെ സംസാരിച്ച സമയത്ത് നമുക്ക് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ചിലതൊക്കെ നമ്മൾ പറയാൻ നേരം അയ്യോ, അങ്ങനെ നമുക്ക് നാവിൽ വിടല വീഴുമല്ലോ, നമ്മൾ പറയുന്നതൊക്കെ തെറ്റിപ്പോവാറുണ്ട്.
അപ്പോൾ അങ്ങനെ എന്ത് മനസ്സിലായി, ഇത് സംസാരിക്കുന്നതിനകത്താണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിപ്പോൾ ഇംഗ്ലീഷ് എന്നല്ല, ഏതൊരു ഭാഷയാണെങ്കിലും സംസാരിക്കുന്നതിലാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയമില്ലാതെ നമ്മൾ സംസാരിക്കാൻ പഠിക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ ഭയമില്ലാതെ അന്നത്തെ കാലത്ത് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എങ്ങനെ ആരോട് എവിടെ പോയി സംസാരിക്കണം എന്നുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. ക്ലാസ് റൂമിലൊക്കെ ഓഫ് കോഴ്സ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമെന്നുണ്ടെങ്കിലും കുറേ തെറ്റുകൾ വരുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി എവിടെയാണ് എൻ്റെ പ്രോബ്ലം എന്നുള്ളത്. ഓക്കെ, ദർ വാസ് നോ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് വേർഡ്സ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് വാക്കുകൾ കിട്ടാറില്ല. നമുക്കറിയാലോ, ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വാക്ക് കിട്ടാതെ ആകുമ്പോഴത്തേക്ക് ഐ വാസ് ഇങ്ങനെ ഉള്ള ആ ഒരു ശബ്ദങ്ങൾ മാത്രമായി മാറി. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്ത് തുടങ്ങി, ഇതാണ് മാറേണ്ടത്. ഓക്കെ, മലയാളം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വാചാലയാണ്, നമുക്ക് വാക്കുകളെല്ലാം ഒഴുകി വരും അല്ലേ, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ് ഓഫ് വേർഡ്സ് ആണ്. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ലാക്കിങ്. ആ ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ് ഇല്ലാത്തത്. അപ്പോൾ ആ സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്തപ്പോഴാണ് എന്നുള്ള ആ ഒരു സംഗതി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ് അതാണ് മാറേണ്ടത്. ആ ഒരു ഗ്യാപ്പാണ് മാറേണ്ടത്. വേർഡ്സ് തങ്ങളിലുള്ള അടുത്ത വാക്കുകൾ വരാനുള്ള ഒരു ഫ്ലോ ഉണ്ടാക്കി കൊണ്ടുവരണം. അതേപോലെ ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ വേർഡ്സ്, സംസാരിക്കുന്നതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് മാറ്റിക്കൊണ്ടുവരണം എന്നെനിക്ക് മനസ്സിലായി. പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ പിന്നീട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത്തേക്ക് ഒരു സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയണ്ടത്, ഏറ്റവും വലിയൊരു ചങ്ങാതിയാണ് കണ്ണാടി എന്ന് പറയുന്നത്. കണ്ണാടിയിൽ നോക്കി അങ്ങ് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. കാരണം എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് ഇസ് എ ബെസ്റ്റ് ടീച്ചർ എന്നാണല്ലോ. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുമ്പോഴാണ് അതിനൊരു ജെനുവിനിറ്റി എപ്പോഴും ഉണ്ടാവുന്നത്. നമ്മൾ റെഫർ ചെയ്ത് പറയുന്നത് പോലെ അല്ലല്ലോ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അപ്പം ഞാനൊരു 10th പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ണാടിയിൽ നോക്കി ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്സുകൾ സെലക്ട് ചെയ്യുമായിരുന്നു. അതായത് ഇപ്പം മൈ ഹോബീസ്, വലിയ കാര്യങ്ങളൊന്നും അല്ല, മൈ ഹോബീസ്. അതേപോലെ പിന്നെന്തായിരുന്നു, എൻ്റെ 10th സ്റ്റാൻഡേർഡിൻ്റെ എക്സ്പീരിയൻസ്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 10th സ്റ്റാൻഡേർഡിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇംഗ്ലീഷിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയാനായിട്ട് നോക്കുമ്പോൾ ചില വാക്കുകളൊക്കെ കിട്ടുന്നില്ലായിരുന്നു എനിക്ക്. ചില വാക്കുകളൊന്നും കിട്ടാതെ വരുമ്പോൾ ഞാൻ പിന്നെ ആ വാക്കിന് എന്താ പറയേണ്ടത് എന്നൊക്കെ ഉള്ളത്, അന്ന് ഡിക്ഷണറിയാണ്, അന്നിങ്ങനെ മൊബൈൽ ഫോണൊന്നുമില്ല, ഡിക്ഷണറിയിൽ നോക്കി ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങി. എന്താണ് ആ വാക്കിന് പറയുന്നത്, എന്താണ് അവിടെ ചേർക്കേണ്ടത് എന്നൊക്കെ ഉള്ളതെന്ന് ഞാനിങ്ങനെ കണ്ടുപിടിച്ച് എഴുതി വെച്ച് തുടങ്ങി. എന്നിട്ട് ഞാൻ പേർപ്പസ്ഫുള്ളി വീണ്ടും ഒന്നും കൂടെ ആ ടോപ്പിക്സ് ഈ വൊക്കാബുലറി ഒക്കെ ആഡ് ചെയ്ത് പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അന്ന് വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ഇംഗ്ലീഷാണ് ആദ്യം ഞാൻ പറഞ്ഞ് ശീലിക്കുന്നത്. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഫ്ലൂവൻസി വന്നത് എങ്ങനെയാണെന്നുള്ള ടിപ്സാണ് ഈ പറയുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ, ഈ വാക്കുകളൊക്കെയാണ് എനിക്ക് കിട്ടാത്തത്. ഈ പോയിൻ്റാണ് എനിക്ക് പറയേണ്ടത്, പക്ഷേ എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് ആ വേർഡ്സൊക്കെ ഒന്ന് എഴുതി വെക്കാൻ തുടങ്ങി. അത് സിമ്പിളായിട്ടുള്ള വേർഡ്സാണ്, പോസിറ്റീവ്, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വാക്കുകളൊക്കെ എഴുതി വെച്ചു. പിന്നെ എന്നിട്ട് ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഒരു 5-6 സെൻറ്റൻസ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ ശ്രമിച്ചു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കണ്ണാടി നോക്കിയായിരുന്നു കേട്ടോ പറയുന്നത്. എനിക്ക് കണ്ണാടി വലിയ ഇഷ്ടമാണ്, അന്നും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എവിടെ പോയിരുന്നിരുന്നാലും, എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, കണ്ണാടി കാണുമ്പോൾ കണ്ണാടിയിൽ നോക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പം ഞാൻ കണ്ണാടിയിൽ നോക്കിയായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാവങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ എനിക്ക് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിച്ചത്. ഞാൻ തന്നെ ചെറിയ എന്തെങ്കിലും ടോപ്പിക് എടുത്തു, എന്നിട്ട് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എവിടെ വാക്കുകൾ മിസ്സാവുന്നു, എന്ത് വാക്കാണ് എനിക്ക് കിട്ടാത്തത്, അത് ഞാനിങ്ങനെ ഡിക്ഷണറിയിൽ നോക്കിയൊക്കെ സെലക്ട് ചെയ്തൊക്കെ വെച്ചു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചിരുന്നാൽ, ഞാനിങ്ങനെ അങ്ങ് സാങ്കല്പിക കഥാപാത്രമാണ്. സാങ്കല്പിക കഥാപാത്രം മീൻസ് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും എന്നെ ആരോണ്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നുള്ളത്. ഇത് 10th കഴിഞ്ഞ് ഇച്ചിരും കൂടി ലെവൽ മാറിയപ്പോൾ ഉള്ളതാണ്. +1 +2 ആ ഒരു ലെവലിലൊക്കെ ആയപ്പോഴാണ്
ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്. അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ സങ്കല്പിക്കും. എന്നെ ആരും ഇൻ്റർവ്യൂ ചെയ്യാനാ? ആരും ഇൻ്റർവ്യൂ ചെയ്യണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ വിചാരിക്കുന്നതാണ്, എന്നോട് ആൾക്കാർ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പം ഞാൻ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്തു. അതായത് എന്താണ് എൻ്റെ അംബിഷൻ, അപ്പോൾ എന്താണ് ഇനി എൻ്റെ +2 കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണ്, ഇതൊക്കെ ഞാൻ അന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. +2 ഇനി വരുന്ന കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർ +2-ന് ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ അന്ന് ഇങ്ങനെ വെറുതെ ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന് എന്നെ ആരോ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അപ്പോൾ അതിനൊക്കെ ഞാനിങ്ങനെ ആൻസേഴ്സ് പറയുന്നു എന്നുള്ളത് സത്യമായിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇതിനൊക്കെ ഉള്ള ആൻസേഴ്സൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. വെറുതെ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് +2-ന് ഇനി വരുന്ന +2-കാർക്ക് വേണ്ടിയിട്ട് എന്താണ് +2 കഴിഞ്ഞ ഒരാളെന്ന രീതിയിൽ എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നത്, ഇതൊക്കെ ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് പറയാൻ തുടങ്ങി. അപ്പോൾ ആ 10th-ലൊക്കെ നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു വാക്ക് കിട്ടാതെ വരുന്ന ആ ഒരു സംഗതിയൊക്കെ അപ്പോഴത്തേക്കും മാറി തുടങ്ങിയിരുന്നു. ഓക്കെ, അപ്പം കണ്ണാടിയിൽ നോക്കി നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊന്നും അന്ന് ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു 2008 ആ ഒരു ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊന്നും അന്ന് ഇല്ല, മൊബൈൽ പോലും ഇല്ല. ഇത്രയും ഇങ്ങനെ ഒന്നും നമുക്ക് മൊബൈലിൽ റെഫർ ചെയ്യാനോ ഒന്നുമില്ല, എല്ലാം ഡിക്ഷണറിയിലൊക്കെ നോക്കിയായിരുന്നു അന്ന് ചെയ്തതൊക്കെ. അപ്പം ഞാൻ പിന്നെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ എൻ്റെ മനസ്സിൽ +2 ആണ് വലിയ സംഭവം. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടി എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ആരൊക്കെയോ ചോദിക്കുന്നു, ആരാന്ന് പോലും എനിക്കറിയില്ല, ആരൊക്കെയോ ചോദിക്കുന്നു. ഞാൻ അതിനൊക്കെ ഇങ്ങനെ വലിയ ഷോയിലൊക്കെ ആൻസർ പറയുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെയ്ത് പഠിച്ചതാണതൊക്കെ. പിന്നെ അതിനുശേഷം ഞാൻ അടുത്ത കുറച്ചും കൂടെ എനിക്ക് മനസ്സിലായി. ഞാനൊരു ഡിഗ്രിക്കൊക്കെ ചേർന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രിക്ക് ഞാൻ കയറിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇനി ഫ്ലുവൻസി അപ്പോഴേക്കും കുറേയൊക്കെ കിട്ടിത്തുടങ്ങി. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ ലെവൽ ഇങ്ങനെ ഒരു ബേസിക് ലെവലിൽ നിൽക്കുക. സോ ഐ അണ്ടർസ്റ്റുഡ് ഐ ഷുഡ് ചേഞ്ച് ദിസ് പാറ്റേൺ. ഓക്കെ, ഐ ഷുഡ് മൂവ് ടു ആൻ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ഇംഗ്ലീഷ്. ഈ ഒരു ബേസിക് ലെവൽ ഓഫ് ഇംഗ്ലീഷിൽ നിന്നും ഐ ഷുഡ് മൂവ് ടു ആൻ അഡ്വാൻസ്ഡ് ലെവൽ എന്ന് എനിക്ക് മനസ്സിലായി. അതൊരു ഡിഗ്രിക്കൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് മാറുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ റിയലൈസ് ചെയ്തത് ആ ഒരു ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി കുറവാണ്. എനിക്ക് ലാംഗ്വേജ് ഞാൻ പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഭാഷകളൊന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല, വേർഡ്സ് ഒന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം അത് ടാക്കിൾ ചെയ്യാനാണ് ആദ്യം നോക്കിയത്. പക്ഷെ അത് സിമ്പിളായിട്ടുള്ള വേർഡ്സ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം അത് ടാക്കിൾ ചെയ്തത്. ഒരു +2 ഒക്കെ ആയപ്പോഴേക്കും ഫ്ലുവൻ്റ് ആയിട്ട് കുറച്ചും കൂടിയൊക്കെ പറയാൻ പറ്റി. ഓക്കെ, അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ ഡിഗ്രിക്കൊക്കെ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ചെയ്യേണ്ട സംഗതി എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് മാറണം എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ അന്ന് എൻ്റെ കൂടെയുള്ളവരും ആരും തന്നെ നമ്മളാരും അങ്ങനെ ക്ലാസ്സിലൊന്നും വലിയ ഇംഗ്ലീഷൊന്നും സംസാരിക്കാറില്ലായിരുന്നു. അത് എന്താണെന്നറിയില്ല, ഇംഗ്ലീഷാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മളാരും ക്ലാസ്സിൽ അങ്ങനെ വലിയൊരു ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു രീതി ആയിരുന്നില്ല അന്ന്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ SN കോളേജിലാണ് പഠിച്ചത്. ടീച്ചിങ് എവറിത്തിങ് വാസ് പക്ക. ആ ഒരു ടീച്ചേഴ്സും എല്ലാവരും നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇതാണ്. പക്ഷെ നമ്മളാരും നമ്മുടെ ഭാഗത്തെ കുഴപ്പമായിരിക്കാം, ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ടൊന്നും സംസാരിക്കാനുള്ള എഫേർട്ട് എടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂമിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ഭാഷയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമുക്കവിടെ ലാംഗ്വേജ് ലാബൊക്കെ ഉണ്ടായിരുന്നു, കോളേജിൽ ലാംഗ്വേജ് ലാബൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാളും ഉപരി ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിക്കുന്നവർക്കറിയാം നമുക്ക് ഫൊണറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി പഠിക്കാനുണ്ട്. അതായത് ഓരോ വേർഡ്സിൻ്റെയും എക്സാക്റ്റ് പ്രൊനൗൺസിയേഷനൊക്കെ നമുക്ക് ഫൊണറ്റിക്സ് പഠിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഷയോടുള്ള ഈ ഒരു ഇഷ്ടം കൊണ്ട് പ്രൊനൗൺസിയേഷനും കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യം തോന്നി. അപ്പോൾ ഡിഗ്രിക്ക് ചേരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാണ് ഇനി ഒരു അഡ്വാൻസ്ഡ് ലെവൽ എന്നുള്ളത്. അപ്പോൾ അതായത് ഞാൻ ഇപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ബി ഓൾവേസ് വെരി പോസിറ്റീവ് എന്നുള്ളതിന് പകരം ആ പോസിറ്റീവ് എന്നുള്ളതിന് പകരം ഒപ്റ്റിമിസ്റ്റിക് എന്നാക്കണമെന്നും, അതേപോലെ ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് പെസിമിസ്റ്റിക് എന്നുള്ളതും, അതേപോലെ എനർജറ്റിക് എന്നുള്ളതിന് പകരം മറ്റൊരു വേർഡ് കണ്ടുപിടിക്കണം, റീജുവനേറ്റ് എന്നുള്ളതെന്നാക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ബേസിക് ഇംഗ്ലീഷിൽ നിന്നും അതായത് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് മാറണം എന്ന് മനസ്സിലായി. ഓക്കെ, അപ്ലൈ എന്നുള്ളതിന് പകരം ഇംപ്ലിമെൻറ്റ് എന്നാക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ പോസിറ്റീവ്, ഐ വുഡ് ലൈക്ക് ടു ബി ഓൾവേസ് വെരി പോസിറ്റീവ് ത്രൂ ഔട്ട് മൈ ലൈഫ് എന്ന് പറയുന്നതിന് ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് ഐ വുഡ് ലൈക്ക് ടു ബി ഓൾവേസ് ഓപ്റ്റിമിസ്റ്റിക് ത്രൂ ഔട്ട് മൈ ജേർണി എന്നാക്കണം എന്ന്
ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളാണല്ലോ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നോട്ട്, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ്. എന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്ത് തുടങ്ങി ഇതിന് പകരം അടുത്ത വേറൊരു വാക്ക് എന്ത് യൂസ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് എന്നുള്ളതിന് പകരം മറ്റൊരു വാക്ക് എന്ത് യൂസ് ചെയ്യും, ഓപ്റ്റിമിസ്റ്റിക് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ പിന്നെ തുടങ്ങി. അങ്ങനെയാണ് അടുത്ത സെറ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അന്ന് ഇതേപോലെ മൊബൈൽ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാത്തിനും ഈ ഒരു ഡിക്ഷണറിയെ ഫോക്കസ് ചെയ്യുന്നത്. ഗൂഗിളോ ഒന്നും ഇല്ല. മൊബൈലൊക്കെ സ്മാർട്ട് ഫോണൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ്. പക്ഷേ എനിക്ക് അന്ന് എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല. എൻ്റെ കയ്യിൽ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എനിക്കൊരു കുഞ്ഞു ഫോൺ കിട്ടുന്നത്. സെക്കൻഡ് ഇയറോ ഫൈനൽ ഇയറോ ആണ്. അതിനൊന്നും നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും നമ്മളിങ്ങനെ ഡിക്ഷണറിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. എന്നിട്ട് ഞാനിങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. വൊക്കാബുലറി പോലെ കുറച്ച് വേർഡ്സൊക്കെ, എപ്പോഴും അല്ല, സമയം കിട്ടുന്ന അനുസരിച്ചൊക്കെ. ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇംഗ്ലീഷിനോടൊരു പ്രത്യേക സ്നേഹം തോന്നും. അപ്പോഴാണ് കൂടുതൽ. അപ്പോൾ ഒരു കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയൊക്കെ നോക്കി എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം അത് സംസാരിക്കുകയും കൂടെ ചെയ്യുമായിരുന്നു. തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അന്ന് എൻ്റെ കൂടെ ഇംഗ്ലീഷിലൊന്നും അങ്ങനെ ആരും സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രിക്കൊന്നും അങ്ങനെ MAQ ഒന്നും അങ്ങനെ വലിയ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് റൂമിലൊന്നും ഇംഗ്ലീഷൊന്നും സംസാരിച്ചിരുന്നില്ല. പക്ഷേ ടീച്ചേഴ്സൊക്കെ ലെക്ചർ ചെയ്യുന്നത് ഓൾവേസ് ഇംഗ്ലീഷിൽ തന്നെ ആയിരുന്നു. എന്നുണ്ടെങ്കിലും ഞങ്ങൾ കുട്ടികളാരും അത്ര വലിയ ഒരു ഇനിഷ്യേറ്റീവ് ഒന്നും എടുത്തിരുന്നില്ല എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടെന്ന്. അതാണ് എൻ്റെ ഒരു വാസ്തവം. പക്ഷേ എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം എന്നുള്ള ഒരു PG ലെവലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ഫ്ലുവൻസി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ്ഡ് ലെവൽ ആവാനായിട്ടും ഞാൻ ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞു നോക്കും. ഈ വേർഡിൻ്റെ മറ്റൊരു വേർഡ് എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ആണ് ബുക്കിനകത്ത് എഴുതി വെച്ച് തുടങ്ങി. പിന്നെ ഞാൻ മനഃപൂർവ്വം അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാക്കിയിട്ട് പറയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. എവിടെയും പോയി പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല. കണ്ണാടിയുടെ മുന്നിൽ തന്നെ നിന്ന് അന്ന് MAQ ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന, എപ്പോഴും എൻ്റെ വിചാരം എന്നെ ആരും ഇൻ്റർവ്യൂ ചെയ്യുന്നെന്നുള്ളതാണ്. അങ്ങനെ ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ ചുമ്മാ ഒരു ഇമാജിനറിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ റിപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ നേരം ഇതേപോലെ കുറച്ചുകൂടെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സെറ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടിരുന്നാൽ നമുക്ക് ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. ദോ മൈ സബ്ജക്റ്റ് വാസ് ഇംഗ്ലീഷ്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് മൂവീസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടെ കിരൺ TVയിലൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെ ഡബ് ചെയ്ത് ഇംഗ്ലീഷ് മൂവീസൊക്കെ വരുമായിരുന്നു. അതായിരുന്നു കാണുന്നത്. അത് മലയാളത്തിൽ ഡബ് ചെയ്ത് കാണുന്ന അങ്ങനെയൊക്കെ ഉള്ളതേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഒരു പക്കാ ഇംഗ്ലീഷ് ആയിട്ടുള്ളൊരു മൂവീസോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഓരോ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തി മനസ്സിലാക്കാൻ പറ്റും. സോ ഐ ഡിഡ് ദാറ്റ്. ഐ പുട്ട് എ സെൽഫ് അസസ്മെൻറ്റ് ഫോർ മൈസെൽഫ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു റെക്ടിഫൈ മൈ ഡിഫെക്ട്സ്. എവിടെ ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ മാറ്റണം, എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തിയിട്ട് തന്നെയാണ് പിന്നെ കയറി വന്നത്. പിന്നെ അതിനുശേഷം ഫ്ലുവൻസിയും കിട്ടാൻ തുടങ്ങി. പിന്നെ ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസിൽ നിന്നാണ് കേട്ടോ. നമ്മൾ സംസാരിക്കാതെ ഒരു രക്ഷയുമില്ല. നമ്മളിപ്പോൾ വൊക്കാബുലറിയൊക്കെ നമ്മളിങ്ങനെ കണ്ടുവച്ചു എന്നുണ്ടെങ്കിലും നമ്മൾ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പിക്ക് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് ചോദിച്ചിരുന്നാൽ എക്സാക്ട്ലി നമ്മൾ മലയാളം എങ്ങനെയാണ് പഠിച്ചത്, സംസാരിച്ചല്ലേ നമ്മൾ പഠിച്ചത്. സംസാരിക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിനി എത്ര സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൽ പോയിട്ടോ എത്ര നമ്മൾ ബുക്കിൽ നോക്കി വൊക്കാബുലറി എഴുതി വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. സംസാരിക്കുക. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സംസാരിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മളെപ്പോഴും വളരെ പെർഫെക്റ്റായിട്ട് പറയണം എന്നില്ല. സംസാരിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. ഈ തെറ്റ് വരുമല്ലോ എന്ന് ഭയന്നിട്ടാണല്ലോ നമുക്ക് പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് പോകുന്നതും, അതുപോലെ നമുക്ക് വാക്കുകൾ കിട്ടാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നതും. അപ്പോൾ ഇത് രണ്ടും ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ വേർഡ്സ് പ്രോപ്പറായിട്ട് ഒരു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർഡ്സ്. സംസാരിക്കുന്ന സമയത്ത് വൈൽ യു ആർ സ്പീക്കിംഗ് യു ഷുഡ് ബി വെരി കെയർഫുൾ ആൻഡ് പെർട്ടിക്കുലർ ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വേർഡ്സ്. അപ്പോൾ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റാം. ഓക്കെ, പലർക്കും ഉള്ളൊരു പ്രശ്നം അതാണ്, ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തെറ്റ് പറ്റിക്കോട്ടെ, നമ്മളെ ആരും അടിച്ചു കൊല്ലാനൊന്നും പോകുന്നില്ല. എനിക്കും ഒക്കെ ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഒക്കെ ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കും, ഞാൻ ശ്രദ്ധിക്കാറില്ല. ആൾക്കാരിലേക്ക് അവർക്ക് ഐഡിയ മനസ്സിലായാൽ പോയി.
അല്ലാതെ വേറെ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തെറ്റ് പറ്റിക്കോട്ടെ, അത് സാരമില്ല. തെറ്റ് പറ്റും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. തെറ്റ് പറ്റിക്കോട്ടെ, സാരമില്ല കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളോട് തന്നെ സംസാരിച്ചാൽ മതിയടാ, വേറെ ആരോട് സംസാരിക്കണമെന്നില്ല. കണ്ണാടിയുടെ മുന്നിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളോടൊക്കെ തന്നെ ഒന്ന് ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ തന്നെ ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പോൾ അവിടെ കിട്ടാത്ത വാക്കുകൾ എന്താണോ അതൊന്ന് എഴുതി വെച്ചിട്ട്, ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്, നമുക്ക് ഫോണിനകത്ത് തന്നെ സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അന്നത്തെ അത്രയും പ്രയാസം പോലും ഇന്നില്ല. പിന്നെ അത് അഡ്വാൻസ്ഡ് ലെവലിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ വേർഡിന് പകരം വേറെ എന്ത് വേർഡ് യൂസ് ചെയ്യാം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു 4-5 വേർഡ്സ് അപ്പം തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ. പിന്നെ ഞാൻ അടുത്ത ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷനാണ്. ഓക്കെ, എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് അല്ലേ. നമ്മുടെ മലയാളം ഭാഷയ്ക്ക് നല്ല ഒരു ഭംഗി, ഒരു താളമുള്ള ഒരു ഭാഷയാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു ഭംഗി, ഇൻറ്റൊണേഷൻ അതൊക്കെ ഉള്ള ഒരു ഭാഷയാണ്. അപ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, ഞാൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും, അതായത് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന ഓരോ വാക്കുകളും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അത് ഫോണറ്റിക്സ് ഒക്കെ ഡിഗ്രിക്കൊക്കെ ആയി PG ഒക്കെ ആയി ഫോണറ്റിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഓരോ വാക്കിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. മനസ്സിലാക്കിയതിന് ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കോളേജ് എന്നൊക്കെ ആയിരുന്നു കോളേജിൽ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ എക്സാക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് കോളേജ് എന്നാണ്. ഓക്കെ, കോളേജ്, വില്ലേജ് എന്നൊക്കെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ എക്സൈറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്, ആക്ച്വലി എക്സൈറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഐ എം സോ എക്സൈറ്റഡ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ഐ എം സോ എക്സൈറ്റഡ് എന്ന് പറയുന്നതിന് പകരം ഐ എം സോ എക്സൈറ്റഡ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ, ഐ വെൻറ്റ് ടു മൈ കോളേജ്, ഐ വെൻറ്റ് ടു കോളേജ് എന്ന് പറയുന്നതിന് പകരം ഐ വെൻറ്റ് ടു കോളേജ് എന്നൊക്കെ ആ ഒരു ഉച്ചാരണത്തിൽ കുറച്ചുകൂടി ഒരു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊനൗൺസിയേഷനൊക്കെ ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്താണ്, ഈ വേർഡിൻ്റെ എക്സാക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണ് എന്നുള്ളതെന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ തന്നെ പ്രൊനൗൺസ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ലാംഗ്വേജ് ലാബ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ലാംഗ്വേജ് ലാബിൽ വെച്ച് മൈക്രോഫോണൊക്കെ വെച്ചിട്ടാണ് ഈ വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു പരിധി വരെ അന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ആ ലാംഗ്വേജ് നമ്മൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി കിട്ടുന്നത്. ഓക്കെ, ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡ് പറയാം, ബ്യൂട്ടിഫുൾ എന്നുള്ളത്. ഓക്കെ, നമ്മൾ എപ്പോഴും ബ്യൂട്ടിഫുൾ എന്നാണ് പറയാറുള്ളത്. ആക്ച്വലി അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്, ആണ്, ടി അല്ല. ഓക്കെ, ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളായിരിക്കാം, മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സേ നമ്മൾ വരുത്താറുള്ളൂ സംസാരിക്കുന്ന സമയത്ത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് പർപ്പസ്ഫുള്ളി നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിരുന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ഈസിയാണ്. പിന്നെ പൊതുവേ നാട്ടുകാർക്കൊരു വിചാരമുണ്ട്, ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്നുള്ളത്. ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്, സോ ഡെഫിനറ്റ്ലി വി ഷുഡ് നോ ദാറ്റ്. ഓക്കെ, ഇംഗ്ലീഷ് കാരണം ഗ്ലോബലൈസ്ഡ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന, നമ്മൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും അംഗീകരിച്ചിരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലല്ലോ, അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പറയുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ UAE പോയ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കയറുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഓക്കെ, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വർക്ക് ചെയ്യാൻ കയറുമ്പോൾ. പിന്നെ ഇനി ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്കുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് കേട്ടോ. നന്നായിട്ട് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ UAE പോലെ ഒരു സ്ഥലത്ത് നല്ല സൂപ്പറായിട്ട് പിടിച്ച് നിൽക്കാം കേട്ടോ. കാരണം ഞാനവിടെ താമസിക്കുന്ന സമയത്ത് എൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ളതെന്ന് വെച്ചിരുന്നാൽ നേപ്പാളി ആയിട്ടുള്ള കുട്ടികളും നേപ്പാളിൽ നിന്നുള്ള കുട്ടികളും അതേപോലെ ബംഗ്ലാദേശിൽ നിന്നിട്ടുള്ള കുട്ടികളും ഒക്കെ ആയിരുന്നു അപ്പുറത്തൊക്കെ നിന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫിലിപ്പൈൻസ് ഇങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. അപ്പോൾ ഇവർക്ക് നല്ല സൂപ്പറായിട്ട് ഹിന്ദി പറയും, എസ്പെഷ്യലി ഫ്രം നേപ്പാൾ ആൻഡ് ബംഗ്ലാദേശ്. ഇവർക്ക് നല്ല സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പറയും, സൂപ്പറായിട്ട് ഹിന്ദി പറയും. ഇംഗ്ലീഷല്ല, സൂപ്പറായിട്ട് ഹിന്ദി പറയും. ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തേ ഇല്ല. ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടാണ് അവർക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ വിചാരം ഇപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒന്നുമില്ല.
പിന്നെ ആംഗ്യഭാഷയായിരുന്നു. ഫുഡ്, നോ, നോ ഫുഡ്, ഓക്കെ നെക്സ്റ്റ് ടൈം, ഓക്കെ. ഇങ്ങനെയുള്ള നമ്മുടെ ഈസും വാസും ഒന്ന് ചേർത്ത് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ യു എയിൽ അവിടെ ചെന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ലാംഗ്വേജ് ഫ്ലറിഷ്ഡ് ആവും എന്നുള്ളത്. പക്ഷേ ഇല്ല, ചുറ്റുമുള്ളവരോടൊന്നും സംസാരിച്ചതിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ സ്കൂളിൽ സംസാരിച്ചപ്പോഴത്തേക്കും അത് വന്നു. ബിക്കോസ് ഐ എം വർക്കിംഗ് ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സ്കൂളിലെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളോട് നമുക്ക് വി ഡോണ്ട് ഹാവ് എനി അതർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഓൺലി ഇംഗ്ലീഷ് ഇസ് അലൗഡ് ദെയർ. കാരണം പലയിടത്തു നിന്നുള്ള മൾട്ടിനാഷണൽ ആണല്ലോ, പലയിടത്തു നിന്നുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പം നമുക്ക് വി ഡോണ്ട് ഹാവ് എനി അതർ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വി ഡോണ്ട് ഹാവ് ദ പെർമിഷൻ ടു സ്പീക്ക് അവർ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. അപ്പോൾ കൊളോക്കിയൽ ലാംഗ്വേജ് അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷനും ഇല്ല. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7:30 തൊട്ട് 3:30 വരെ കുട്ടികളോട് ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കുന്നതിൽ നിന്നാണ് ആക്ച്വലി ഒരു ഇംഗ്ലീഷിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും അതിൻ്റെ പിന്നിൽ വേറെ സക്സസ് മന്ത്രമൊന്നും ഇല്ല. സംസാരിക്കുക. തെറ്റ് പറ്റും, പക്ഷെ അയ്യോ എനിക്ക് തെറ്റ് പറ്റുമല്ലോ, എനിക്ക് വാക്ക് കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഇരിക്കരുത്. അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. തെറ്റിക്കോട്ടെ, സാരമില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും എന്ന് വിചാരിക്കും. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ പിന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. സോ ദർ ഇസ് നോ ഡിഫിക്കൽട്ടി ടു ലേൺ ഇംഗ്ലീഷ്. പിന്നെ ഒരു ഒറ്റ കാര്യമുള്ളൂ, അങ്ങ് പറഞ്ഞേക്കുക. തെറ്റിയാലും സാരമില്ല, നമ്മളെ ആരും മുഖത്തടിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മൾ തെറിയൊന്നും അല്ലല്ലോ പറയുന്നത്. നന്നായിട്ട് അങ്ങ് സംസാരിച്ചേക്കുക. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ തെറ്റ് സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ. പലർക്കും അതാണ് പ്രശ്നം. ഇംഗ്ലീഷ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും, പക്ഷെ ഫ്ലുവൻസി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അതിന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. അങ്ങ് കണ്ണാടിയുടെ മുന്നിൽ നിന്നാണെങ്കിലും അങ്ങ് പ്രാക്ടീസ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്നോളും. അത് മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി നമ്മൾ മലയാളം പഠിച്ചതുപോലെ ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ്. അതിനിങ്ങനെ ഗ്ലോബലൈസ്ഡ് ആയിട്ട് അതിനൊരു കിരീടമൊക്കെ കൊടുത്ത് വെച്ചേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മലയാള ഭാഷ അവർക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നാൽ അവർക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇതിനൊരു ഗ്ലോബലൈസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് വലിയ എമണ്ടൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മലയാളം പോലെ തന്നെ ഒരു ഭാഷയാണ് ഇംഗ്ലീഷും. ഓക്കെ, മലയാളത്തെക്കാളി പഠിക്കാൻ ഈസിയാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. നമ്മൾ ABCD നമ്മുടെ മലയാള അക്ഷരങ്ങളും എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഏത് പഠിക്കാനാണ് നമ്മൾ കൂടുതൽ സമയം എടുത്തത്. മലയാളം പഠിക്കാനല്ലേ. എനിക്ക് അങ്ങനെയായിരുന്നു. ABCD ഒക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചു അല്ലേ. ആകെ 26 ലെറ്റേഴ്സേ ഉള്ളൂ. ആൽഫബറ്റ് പഠിക്കാൻ വളരെ ഈസി ആയിരുന്നു. പിന്നെ അതിൻ്റെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അങ്ങനെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ഇത് പഠിക്കുന്ന കാര്യത്തിൽ, സംസാരിക്കാൻ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നും നോക്കണ്ടട, നല്ല ധൈര്യമായിട്ട് അങ്ങ് സംസാരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, നമുക്ക് സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റും. പക്ഷേ അത് കണ്ടുകൊണ്ട് ആരെങ്കിലും അയ്യോ ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റുന്നെന്ന് പറയും, കളിയാക്കിക്കോട്ടെ. അതിനിപ്പം അങ്ങനെയൊന്നും ആരും കളിയാക്കത്തില്ല. എനിക്കറിഞ്ഞൂടെ അങ്ങനെയൊക്കെ കളിയാക്കുന്നു. ഇനി കളിയാക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് കളിയാക്കിക്കോട്ടെ. നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ നോക്കി അങ്ങ് പോയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതായത് ആദ്യം ചെയ്തു വെച്ചെന്ന് വെച്ചെന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തൊന്ന് സംസാരിച്ച് നോക്കി. അപ്പോൾ എനിക്ക് വാക്ക് കിട്ടാതെ എവിടെയാണോ വരുന്നത് അവിടെ ഞാൻ പുതിയ വേർഡ്സ് ഇട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി. അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ഫ്ലുവൻ്റ് ആയി തുടങ്ങി. പിന്നെ മനസ്സിലായി ഈ ഒരു ബേസിക് ലെവലിൽ നിന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറണം. അപ്പോൾ ആ സിമ്പിളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത ഒരു വേർഡ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു, അത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ എങ്ങനെ പ്രൊനൗൺസിയേഷൻ ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യം നോക്കി. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ഇതേപോലെ ഓരോ വേർഡ്സിൻ്റെയും എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണ്. പിന്നെ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിച്ചത് കൊണ്ട് പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൂഗിളിലെല്ലാം അവൈലബിൾ ആണ് ഓരോ വേർഡ്സിൻ്റെയും പ്രൊനൗൺസിയേഷൻ. അപ്പോൾ അങ്ങനെയും കൂടി ഡെവലപ്പ് ചെയ്തു. ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ച് അങ്ങ് സംസാരിച്ചാൽ മതി, നമുക്ക് നന്നായിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, എക്സ്പീരിയൻസ് എന്നല്ല, എക്സ്പീരിയൻസ്, ഇങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അപ്പോൾ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഈ
പറഞ്ഞ കാര്യങ്ങളെല്ലാം. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചിരുന്നാൽ കുറച്ചൊക്കെ നല്ല ഇൻ്റർവ്യൂസ് കാണാറുണ്ട്, ആരുടെയെങ്കിലുമൊക്കെ നല്ല ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരാളെന്ന് പറയാൻ ഞാൻ വാച്ച് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ് സുപ്രിയ മേനോൻ്റെ ഇൻ്റർവ്യൂ കാണാറുണ്ട്. ഫിലിം ആക്ടർ പൃഥ്വിരാജിൻ്റെ വൈഫ് സുപ്രിയ മേനോൻ്റെ ഇംഗ്ലീഷ് വളരെ നല്ലതാണ്, വളരെ ബോൾഡ് ആയിട്ട് അവർ ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. മുനിബ മിസാരി ഇവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. നന്നായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മൂവീസ് കണ്ട് പഠിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരാൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വാച്ച് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതൊക്കെ ഇപ്പോൾ തുടങ്ങിയ സംഗതികളാണ് കേട്ടോ. ഞാൻ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ, 10th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴൊക്കെയാണ് കുറച്ചുകൂടെ ഓക്കെ ഇവരെങ്ങനെ യൂസ് ചെയ്യുന്നു. എനിക്ക് ചിലരുടെ ലാംഗ്വേജ് യൂസേജ് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാമല്ലോ. അവരുടെ ഒരു വേ ഓഫ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവരുടെ തോട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓഫ് കോഴ്സ് വി ക്യാൻ ലേൺ ദ ലാംഗ്വേജ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ തന്നെ ഒരു അസസ്മെൻറ്റ് നടത്തി നോക്കുക. അത് ഈസിയാണ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഇംഗ്ലീഷ് ആണല്ലോ, എനിക്കിത് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കേണ്ട. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. ഒരുപാട് പേരെ എനിക്കറിയാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും ഇപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു 5 സെൻറ്റൻസ് തികച്ച് പറയാൻ പറ്റാത്ത ആൾക്കാരെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും നന്നായിട്ട് പറ്റും, പക്ഷേ സംസാരിക്കാൻ അത് നമ്മൾ സംസാരിച്ച് തന്നെ ശീലിക്കണം. ഓക്കെ, അല്ലാതെ ഒരിക്കലും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ പറയും, നിങ്ങൾ തെറ്റ് വന്നോട്ടെ, സാരമില്ല. നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുകയല്ലേ, അപ്പോൾ തെറ്റൊക്കെ വരും. പക്ഷേ അത് തെറ്റുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അങ്ങ് ഒരു നാണമില്ലാതെ നമ്മളങ്ങ് സംസാരിച്ചേക്കുക. തെറ്റിക്കോട്ടെ, ആ തെറ്റുന്നതിനകത്ത് നിന്ന് നമ്മൾ പഠിച്ചോളും ശരിയായിട്ടുള്ളത് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സും ടെക്നിക്സും ഒക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിന് പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അന്നൊന്നും ഇത്രയും, ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഇത്രയും വലിയ രീതിയിലൊന്നും ആയിരുന്നില്ല. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. Okay, so again next we can meet with yet another video. Till then, bye from Ranaya.